ഉടയോൻ തൻ തിരുബലിയാലേ നൽവഴിയും നൽകി നൽദിനവും നൽകുകനാഥാ തൻ മക്കൾക്കായി ദൈവസുതൻ ശോഭോ നൽകി കൃപയാൽ വിടുവിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരുമേ, ദൈവം നമുക്കായി ഒരുക്കിയ ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇന്ന് വൈകുന്നേരം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കൂടുന്ന ഈ നേരം ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് നമ്മെ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമ്പുരാന്റെ തിരുസന്നിധിയിൽ ഏറെ വിനയത്തോടും താഴ്മയോടും കൂടെ ഇരുന്ന് അവന്റെ വചനങ്ങൾ നമ്മുടെ ഉള്ളങ്ങളിൽ എത്തുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് അവനോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല. അവന്റെ വചനം കൊണ്ട് അവൻ അവരെ സമർത്ഥമായി അനുഗ്രഹിച്ച് ബലപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വചനം ഓരോ മനുഷ്യർക്കും ജീവനാണ്, ശക്തിയാണ്, ബലമാണ്. ഇന്ന് ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളെയും സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മുന്നമേ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇന്നിവിടെ ആരംഭിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സ്തുതിയുള്ള ദൈവത്തിന്റെ തിരുനാമത്തിലേക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനഗരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോർ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ തിരുഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമർത്തമറിയമേ, തമ്പുരാനെ പറ്റി അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവേ, ഈ നാഴികയ്ക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയ ഭക്ഷണം ഇന്ന് നൽകണമേ. അങ്ങയുടെ മക്കളായി ജീവിക്കുവാനുള്ള നൽവരം നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അശുദ്ധാത്മാവ് ഞങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ ഈ പ്രാർത്ഥന കാരണമാകട്ടെ. ഒരു പുതിയ മനുഷ്യനായും ആത്മീയ കാര്യങ്ങളിൽ ഏറെ വില കൊടുത്തവനായും അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ സർവശക്തനായ ദൈവമേ, നീ നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധി ചെയ്യണമേ. അന്ധകാരം മാറ്റുന്ന ദൈവസ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിനായി നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് സ്നേഹത്തിനായി നന്ദി പറയുന്നു.
ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ വലിയ സംബന്ധത്താലെ ദൈവമേ നീ ഞങ്ങളെ സ്പർശിക്കണമേ. അന്ധകാരത്തിന്റെ അവസ്ഥകൾ ഞങ്ങളിന്ന് മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ശരിയായ ജീവിത വഴികൾ തിരഞ്ഞെടുക്കുവാനുള്ള കഴിവും ബലവും ശക്തിയും നൽകണമേ. ദൈവം കൂടെ ഇരിക്കുന്നതിനും കർത്താവ് വഴി നടത്തുന്നതിനുമായിട്ട് സ്തുതി കരേറ്റുന്നു. ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ വലിയ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അന്ധകാരം ഞങ്ങളെന്ന് മായ്ച്ചു കളയണമേ. ലോകത്തിന്റെ അധിപതിയായ പിശാചിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ നടത്തുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, യേശുവേ നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവേ നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്നെ ആരാധിക്കുന്നു. നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് പകരപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഈ കൂട്ടായ്മയിലേക്ക് പകരപ്പെടട്ടെ. യേശുവിന്റെ രക്തം ഈ കൂട്ടായ്മയ്ക്ക് അനുഗ്രഹമാകട്ടെ. യേശുവിന്റെ ബലമുള്ള കരം കൂട്ടായ്മയ്ക്ക് വലിയ അനുഗ്രഹത്തിന്റെ വഴിയാകട്ടെ. ദൈവ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. പരിശുദ്ധ ദൈവമേ, അങ്ങ് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. ആശ്വസിപ്പിക്കുന്ന റൂഹായെ നീ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ട സന്ദേശം നൽകുന്നതിനായി സ്തുതി കരേറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ ജീസസ്, അങ്ങേ ഞങ്ങൾ മഹത്വീകരിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതി കരേറ്റുന്നു. God, Jesus, we praise you, God. Hallelujah, hallelujah, hallelujah. Oh Jesus, hallelujah. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഒന്ന് നിറയുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, വളരെ സന്തോഷത്തോടുകൂടെ നാം ആയിരിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ചില ആളുകൾ ഒരുപാട് സങ്കടത്തോടും ഭാരത്തോടും വേദനയോടും കൂടിയാണ് ഇന്ന് പ്രാർത്ഥനയ്ക്കിരിക്കുന്നത്. മറ്റു പലരേറെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലായിട്ടാണ് പ്രാർത്ഥനയിലിരിക്കുന്നത്. ഇരുകൂട്ടരെയും അനുഗ്രഹിക്കുന്ന നല്ലവനായ കർത്താവ് നമ്മളുടെ മധ്യയുണ്ട് എന്ന് ദൈവമക്കൾ ഓർക്കുക. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട്, യേശു നമ്മുടെ അരികെയുണ്ട്, തമ്പുരാൻ നമ്മെ സ്പർശിക്കുന്നതായി കണ്ടുകൊണ്ട്, എല്ലാ മഹത്വവും ജ്ഞാനവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും എല്ലാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വിനയപ്പെടാം, തിരുവചനം പഠിക്കാം. നാം ഇന്ന് ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അവിടെ ഊമനായ ആത്മാവുള്ള ഒരു മനുഷ്യനെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ അവരെ സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ട്. ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഈ മകനെ സൗഖ്യമാക്കുമോ എന്ന്. എന്നാൽ ശിഷ്യന്മാർക്കത് സാധ്യമായില്ല, ശിഷ്യന്മാർക്കത് കഴിഞ്ഞില്ല. അപ്പോൾ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് യേശുവിനോട് പറയുകയാണ്, നിന്നാൽ കഴിയുമെങ്കിൽ, വല്ലതും കഴിയുമെങ്കിൽ, 22-ാമത്തെ വാക്യം, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. 2 ഭാഗമാണ് അവിടെ കണ്ടത്. ഒന്ന്, ഈ ഊമനായ, ഈ പിശാച് ബാധിച്ചതായ കുഞ്ഞിനെ യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് നോക്കുന്നു. പ്രിയപ്പെട്ടവരെയും, ഇത് വലിയ ഒരു മെസ്സേജാണ് സഭയ്ക്ക് നൽകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമ്മൾ യേശുവിൻ്റെ മക്കളാണ്, യേശുവിനോട് കൂടെ നടക്കുന്നവരാണ്.
യേശുവിൻ്റെ നാമം വഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞൊരു ചിന്തയുണ്ട്, ഞാൻ ചെയ്തതിലും കൂടുതൽ നിങ്ങൾ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, ശക്തി ലഭിക്കും, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം കർത്താവിൻ്റെ സുവിശേഷവുമായി പോകും, ലോകം മുഴുവനും ഈ തിരുവചനം കൊണ്ട് നിറയും. ഏറെ സന്തോഷകരമായ സാഹചര്യം ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എല്ലാവരിലും യേശു ചെയ്തതിലും അപ്പുറമായ അത്ഭുതങ്ങളും പ്രവൃത്തികളും കാണണമെന്നുള്ളത് ദൈവഹിതമാണ്. ഹല്ലേലൂയ. ആരെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ജീവിതത്തിൽ കൃപാവരത്തിന്റെ വലിപ്പമുണ്ട് എങ്കിൽ, ഉയർന്ന രീതിയിലുള്ള കൃപാവരത്തിന്റെ ഒഴുക്കുണ്ട് എങ്കിൽ, ദൈവമക്കളെ, അവർ ദൈവത്തെ ഏറെ സ്നേഹിക്കുന്നു. ദൈവം അവരെ കരുതി ബ്ലസ് ചെയ്തിരിക്കുന്നു. ദൈവത്തിന് ഒരുപാട് ഇഷ്ടമാണ് കൃപാവരങ്ങൾ കൊണ്ട് ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവത്തിന് ഏറെ ഇഷ്ടമാണ് ദൈവരാജ്യത്തിന്റെ വലിപ്പത്തിന് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ഭൂമിയിൽ ആളുകൾ പരിശ്രമിക്കുന്നത് കാണുന്നത്. നമ്മളുടെ ഈ കൂട്ടായ്മ ലോകം മുഴുവനും സുവിശേഷം പറയുന്ന സഭയുടെ ശരീരത്തിന്റെ എല്ലാ ആളുകളോടും യോജിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവരെ സഹായിച്ചും സുവിശേഷ വേലയുടെ മധ്യയായിരിക്കുന്ന ഓൺലൈനിലൂടെ കർത്താവിന്റെ വചനം പറഞ്ഞ് എല്ലാവരെയും ബലപ്പെടുത്തുകയും കൂടെ ഇരിക്കുകയും കൂടെ നടക്കുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധമായ കൂട്ടായ്മയാണ്, പ്രാർത്ഥനയുടെ അനുഭവമാണ് നമ്മുടേത്. അപ്പോൾ ഏതു മനുഷ്യനും കൃപാവരം കൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്ത് അനുസരിച്ച് ചെയ്യുവാനും അങ്ങനെ ചെയ്ത് കാണുവാനും ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വലിയ താല്പര്യമാണ്, ഒരുപാട് താല്പര്യമാണ്. പക്ഷേ ഇവിടെ സഭയോടായിട്ട് പറയാണ്, യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന ഊമനായ ആ മനുഷ്യനെ, കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ശിഷ്യന്മാരുടെ സ്ഥാനത്ത് സഭയാകുന്ന ഞാനും നിങ്ങളുമാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പോലും, വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ പോലും എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഈ ആത്മപ്രവൃത്തി, ഹല്ലേലൂയ, അത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് നാം വളരുവാനാണ്. ഇതിന് ലേഖനം പറഞ്ഞത് ക്രിസ്തു എന്ന തലയോളം വളരണം. വചനം എന്ന പാല് കുടിച്ച്, തിരുവചനം എന്ന ആഹാരം കഴിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ദൈവം നമ്മെക്കുറിച്ച് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ദൈവം നമ്മെക്കുറിച്ച് വല്ലാതെ ആഗ്രഹിക്കുന്നു. ദ നെയിം ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ എല്ലാവരും സ്തുതിച്ചേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്ങനെ വളരാതെ നമ്മുടെ ജീവിതത്തിൽ നാം ആയിരുന്നാല് നാം ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവരാണോ ദുഃഖിപ്പിക്കുന്നവരാണോ? തീർച്ചയായിട്ടും ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരായി മാറുകയാണ്. എന്നാൽ ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും കൃപാവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ നൽവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഒരു ഉണർവിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയാണെങ്കിൽ ദൈവത്തിന് ഏറെ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? അസാധാരണമായ ഒരു പ്രാർത്ഥനാ ജീവിതം, അസാധാരണമായ ഒരു ക്രിസ്ത്യൻ ലൈഫ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നില്ല. യേശു പറഞ്ഞു, ഈ തലമുറ എന്താ ഇങ്ങനെയായി പോയത്? ഈ തലമുറയ്ക്ക് എന്താ പറ്റിയത്? ദൈവമക്കളെ, മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ ജനം ആഗ്രഹിക്കുന്നത് പോലെ ആകുവാൻ 2 വഴികൾ യേശു പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന സഭയുടെ പ്രിയരായ മക്കളെ, ഈ 2 ചിന്തകൾ കൊണ്ട് നമ്മളുടെ ജീവിതം ഏറെ ധന്യമാകുവാനും അനുഗ്രഹിക്കപ്പെടുവാനും നമുക്ക് ആഗ്രഹിക്കാം. ഒന്നാമത്തെ ചിന്ത നോക്കിക്കേ, 23-ാമത്തെ വാക്യം. നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ ഒരു വാക്കുണ്ട്, എപ്പോഴും സ്ഥിരതയില്ലാത്തവൻ
ചഞ്ചല ഹൃദയമുള്ളവൻ അവനിങ്ങനെ വല്ലാതെ അടിയൊലിയുന്ന ജീവിതമായി തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഇവിടെ ഇത് 2 ധ്വനിയുള്ള വാക്ക് പറയാൻ നിന്നാൽ കഴിയുമെങ്കിൽ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു വാക്കിന് ആവശ്യമില്ല. നമ്മൾ ദൈവ തിരുസന്നിധിയിലേക്ക് കാൽ വെച്ചു വരുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ഏത് പ്രശ്നവും, ഹല്ലേലൂയ, എത്ര വലിയ പ്രശ്നവും, എത്ര വലിയ ശാപവും, എത്ര വലിയ ബന്ധനവും, എത്ര വലിയ കെട്ടുകളും തകർക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുവാനായി സാധ്യമാകട്ടെ. ഗോഡ് ജീസസ് ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ഉറപ്പും ആ ഒരു ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപാവരം കൊണ്ട് നിറഞ്ഞ് ഏറെ അനുഗ്രഹമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പ്രഥമമായി ചിന്തിക്കേണ്ടതും ഏറ്റെടുക്കേണ്ടതുമായ തിരുവചന ചിന്തയാണിത്. യേശു എന്ന് കേൾക്കുമ്പോൾ എല്ലാത്തിനും ഉത്തരമുള്ള ഇടമെന്ന് നമുക്ക് ധ്യാനിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള പ്രശ്നത്തിന് പരിഹാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ഉള്ളം കൊണ്ട് തീരുമാനിക്കുവാനും ഉറയ്ക്കുവാനും ഇന്ന് ദൈവമക്കളെ നമുക്ക് ദൈവം കൃപാവരം തരട്ടെ. അങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ, അത് സാമ്പത്തിക ബുദ്ധിമുട്ടോ കടബാധ്യതയോ മക്കളെ ചൊല്ലിയുള്ള വേദനയോ ഭാവിയെ ചൊല്ലിയുള്ള ഉത്കണ്ഠയോ ആത്മീയ ജീവിതത്തിന്റെ പ്രയാസങ്ങളോ എന്ത് തന്നെയാണെങ്കിലും, ഏത് കാര്യമാണെങ്കിലും അവിടെ ദൈവമക്കളെ നമുക്ക് ചിന്തിക്കുവാനുള്ള ചിന്തയാണ് ഇവിടെ വായിച്ച് പറഞ്ഞത്. ഉത്തരം അവനിലുണ്ട് എന്ന് ചിന്തിച്ചുകൊള്ളുക. അവൻ മതിയായവനാണെന്ന് ചിന്തിച്ചുകൊള്ളുക. അവൻ എനിക്ക് ഏറ്റവും അടുത്ത തുണയാണെന്ന് ചിന്തിച്ചുകൊള്ളുക. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? കർത്താവിൽ സ്നേഹമുള്ളവരെ, അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തില് അത്ഭുതകരമായ കൃപാവരങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നാം രംഗപ്രവേശനം ചെയ്യുന്ന ഒരിടമാണ് ആ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഉത്തരം യേശുവിലുണ്ടെന്ന് ചിന്തിക്കുന്ന വ്യക്തി യേശുവിനെ പോലെ വളരുവാൻ, തലയാകുന്ന ക്രിസ്തുവോളം വളരുവാൻ സംഗതി ആകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അങ്ങനെ യേശുവാകുന്ന തലയോളം വളരുവാൻ സർവശക്തനായ ദൈവം വലിയ ഭാഗ്യത്തെ നൽകട്ടെ. ഗോഡ് ജീസസ് വി പ്രൈസ് യു. താങ്ക് യു ഗോഡ്. ഹല്ലേലൂയ പറഞ്ഞല്ലോ ഒരു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം, ഒന്ന് അവനിൽ എല്ലാം നിറഞ്ഞിരിക്കുന്നു എന്ന ചിന്തയാണെങ്കിൽ, ലോകത്തെ സൃഷ്ടിച്ചവനും ലോകത്തെ നിയന്ത്രിച്ചവനും സകലത്തെയും നിർമ്മിച്ചവനും സകലതും അവനിലാണെന്നുള്ളതാണ് ഫസ്റ്റ് തോട്ട് എങ്കിൽ, രണ്ടാമത്തത് വിശ്വാസം എന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം വളരുവാൻ നമുക്ക് ആവശ്യമായത് ഒന്ന്, അതിനെക്കുറിച്ചുള്ള അറിവാണ്. രണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ചയാണ്. വിശ്വാസം എന്നത് പരിശുദ്ധാത്മാവിന്റെ ബന്ധത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ആത്മീയ വളർച്ചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം കൊണ്ട് നമ്മുടെ ജീവിതത്തില് എങ്ങനെയൊക്കെ നമുക്ക് പ്രതിഫലനം കാണുവാനായിട്ട് സാധ്യമാകുകയാണ്. പ്രിയപ്പെട്ടവരെ, അറിവ് അതുണ്ട് എന്നുള്ളതാണെങ്കിൽ വിശ്വാസം എനിക്കത് കിട്ടുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം പറഞ്ഞത് അറിവ് എന്ന് പറയുന്നത് യെസ്, എല്ലാ കാര്യങ്ങളുടെയും ഉത്തരം യേശുവിൽ ഉണ്ട് എന്നുള്ളതാണെങ്കിൽ, വിശ്വാസം എന്നത് ഞാൻ അറിഞ്ഞതായ കാര്യം എനിക്ക് കിട്ടുമെന്നുള്ള
ഉറപ്പാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അറിഞ്ഞതായ കാര്യം എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പ്. നീ ആശിക്കുന്ന കാര്യത്തിന്റെ, കാണാത്ത കാര്യത്തിന്റെ ആശിക്കുന്നതിന്റെയും ഉറപ്പ് ലഭിക്കുമെന്നുള്ള ഉറപ്പ്, ആ ഒരു കോൺഫിഡൻസ്, അതാണ് വിശ്വാസം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ വളരുന്നവൻ തന്റെ ദൈവത്തോട് ചേർന്ന് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയുകയില്ല. അബ്രാഹാം എങ്ങനെയാണ് വിശ്വാസികളുടെ പിതാവായത്, ദൈവത്തിന് പ്രിയപ്പെട്ടവനായി മാറിയത്? വിശ്വസിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവനെ ദൈവം വിളിച്ചപ്പോൾ ഒന്നുമില്ലായ്മയിലേക്ക് വിളിച്ചു. എന്താണ്, എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ ദൈവത്തിന്റെ വിളി കേട്ട് കരുതുന്നവൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ അടിയുറച്ചു നിന്നു. യാത്രാമധ്യേ ഒരിക്കലും ഉപേക്ഷിക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്നോ. തനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല, തലമുറയുണ്ടായിരുന്നില്ല. ദൈവം വിശ്വസ്തനാണെന്ന് എണ്ണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണെന്ന് എണ്ണി. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല എന്ന് നിരൂപിച്ചു. അങ്ങ് വയസ്സായപ്പോൾ, അങ്ങേറ്റം ചെന്നപ്പോൾ, 100 വയസ്സുള്ളപ്പോൾ അബ്രഹാമിന് ദൈവം മകനെ കൊടുക്കുകയാണ്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അബ്രഹാം ദൈവത്തെ പ്രീതിപ്പെടുത്തിയത് കിട്ടുമെന്നുള്ള ചിന്തയിലാണെങ്കിൽ, നേടി എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് ദൈവം തരുമെന്നുള്ള ചിന്തയിലാണെങ്കിൽ, ദൈവമക്കളെ, നമ്മളുടെ ജീവിതം ധന്യമാകുവാൻ, ആത്മീയമായി വളരുവാൻ രണ്ടാമത് നമുക്ക് വേണ്ടത് ഉറപ്പാണ്. കിട്ടും, അവനിലുള്ളതെല്ലാം എനിക്ക് കിട്ടും. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പഠിച്ചത്. സ്വപുത്രനെ നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? എത്ര സുന്ദരമാണല്ലേ. സ്വപുത്രനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? നൽകും. ഹല്ലേലൂയ. അപ്പോൾ എല്ലാം എനിക്ക് അവനോടൊപ്പം കിട്ടുമെന്നുള്ള ആ ഫെയ്ത്ത്, ആ വിശ്വാസം, ഗോഡ് ജീസസ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരുപാട് വളർത്തുകയാണ്, ഒരുപാട് ഉയർത്തുകയാണ്. ദൈവത്തെ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. 2 കാര്യമായി. അതുകൊണ്ട് ഊമനായ മകനെ ശിഷ്യന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ആ പിശാചിനെ വിടുവിക്കുവാൻ ശിഷ്യന്മാർക്ക് സാധ്യമായില്ല എന്ന് കണ്ടപ്പോൾ അവരോട് പറഞ്ഞ ചിന്തകളിൽ നിന്നാണ് നാം ഇങ്ങനെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഈ ചിന്തകളിൽ വളരുന്ന നമുക്ക് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് കിട്ടുമെന്ന് ദൈവമക്കളായ പ്രിയപ്പെട്ടവർ വിശ്വസിച്ചു കൊള്ളുക. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് ഇന്ന് ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ക്രൈസ്തവ ജീവിതത്തിന്റെ വിജയ നാളുകൾ ഉണ്ട് എന്ന് ദൈവമക്കളൊന്ന് ഏറ്റു പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഗ്ലോറി ജീസസ്. നോക്കൂ, തുടർന്ന് യേശു ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ലൈഫ് വേണമോ, അല്ലെങ്കിൽ ജയകരമായ ജീവിതം വേണമോ? 29-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, അല്ലേ? നമുക്കറിയാം, മണിക്കൂറോളം പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. പ്രാർത്ഥനയില്ലാത്ത ഒരു വ്യക്തിക്ക് യേശുവിനെ പോലെയാകാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയില്ലാത്ത ഒരു വ്യക്തിക്ക് യേശു ആകുന്ന, ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ കഴിയില്ല. പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതത്തിന് ക്രിസ്തുവാകുന്ന മുന്തിരി വള്ളിയോട് ചേർന്നിരുന്ന് ഫലം കഴിക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥന മനുഷ്യനെ ദൈവത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന
വലിയൊരു പശയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന നമ്മെ ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ പ്രാർത്ഥന, ക്രിസ്തു വഴിയുള്ള നമ്മുടെ പ്രാർത്ഥന ട്രിനിറ്റി, തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹായിയുടെ സമ്മേളനത്തിന് കാരണമാകുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വലിയ അനുഭവം ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തോറ്റുപോയോ? ശിഷ്യന്മാർ തോറ്റുപോയോ? പ്രാർത്ഥിക്കുന്നവരായി മാറുക. നിങ്ങൾക്കൊരു ജയജീവിതമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇനി റിവേഴ്സ് ഓർഡർ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേരണം. വൈകുന്നേരത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവമക്കളെ എല്ലാവരും പങ്കുചേരണം. ഓ ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് റിവേഴ്സ് ഓർഡർ ഒന്ന് ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ ദൈവത്തിൻ്റെ അരികെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, നീ എൻ്റെ പാപം ക്ഷമിച്ചതെന്ന്, നീ എൻ്റെ രോഗം സൗഖ്യമാക്കി, നീ എൻ്റെ ബന്ധനം അഴിച്ച്, നീ എൻ്റെ കെട്ടുകൾ തകർത്ത് എനിക്ക് ഒരു ജീവിതം തരണം. നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് ദൈവം പറഞ്ഞത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, കിട്ടുന്നതുവരെ പ്രാർത്ഥിക്കണം. യാചിപ്പിൻ, നിങ്ങൾക്ക് കിട്ടും; മുട്ടുവിൻ, തുറക്കപ്പെടും; അന്വേഷിപ്പിൻ, കണ്ടെത്തും. യാചിച്ചുകൊണ്ടേയിരിക്കുക, കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാവീരനായിരുന്നു ഏലിയാവ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനാവീരനായി മനുഷ്യനായി മാറുക. അങ്ങനെ തീരുമാനമെടുത്തു. എല്ലാ ദിവസവും വൈകുന്നേരം 8:30 മണിയുടെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് തീരുമാനമെടുത്തു. വണ്ടർഫുൾ ഡിസിഷൻ അല്ലേ? ഞാൻ തീരുമാനമെടുത്തു. എല്ലാ ദിവസവും വൈകുന്നേരം 8:30 മണിക്ക് കുടുംബ പ്രാർത്ഥനയിലിരുന്ന് പ്രാർത്ഥിക്കും. ഇത്ര മനോഹരമായ ഒരു മെസ്സേജ് ആണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തീരുമാനമെടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. തീരുമാനമെടുത്തു, പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത്? ദൈവമക്കളെ, ശ്രദ്ധിച്ചൊന്ന് നോക്കുക. ദി മെസ്സേജ് 1, 2, 3 എന്ന് പറഞ്ഞ് 3 സ്റ്റെപ്പുകളായി പറഞ്ഞുവെങ്കിൽ, മൂന്നാമത്തെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ റിവേഴ്സ് ഓർഡർ പോകുമ്പോൾ, നീ പ്രാർത്ഥനയിൽ തുടരുമ്പോൾ രണ്ടാമത്തെ കാര്യം സംഭവിക്കും. എന്താണത്? വിശ്വാസം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ഉള്ളില് വിശ്വാസം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇത്രയും വിശ്വാസമാണെങ്കിൽ നാളെ ഇത്രയും ആകും. വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരും. വിശ്വാസം വർദ്ധിച്ച ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, പരിസ്ഥിതി പറയുന്നത്, എനിക്കൊരുവനെ അറിയാം, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. എത്ര മനോഹരമാണല്ലേ! മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. പ്രാർത്ഥിച്ച് 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 വളരുന്നവൻ ദൈവത്തിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ദൈവത്തിന്റെ തേജസ്സിലേക്ക് ഉണർത്തപ്പെടുകയാണ്. ദൈവത്തിന്റെ കരുണയിലേക്ക് ചേർക്കപ്പെടുകയാണ്. ഓ, എത്ര സുന്ദരമാണല്ലേ! ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസത്തിൽ വളരുന്നു. അടുത്തതാണ്, പ്രാർത്ഥിക്കുന്നവൻ ഫസ്റ്റ് കാര്യത്തിലെത്തും. എന്താണ് ഫസ്റ്റ് കാര്യം? ദൈവത്തിൽ എല്ലാം ഉണ്ട് എന്നുള്ള അറിവ്. ആ എല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. അയ്യോ, ഇതല്ലേ ആ വചനം? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന എല്ലാ ആളുകൾക്കും എല്ലാം ലഭിക്കുകയാണ്. എല്ലാ ആളുകൾക്കും എല്ലാം സിദ്ധിക്കുകയാണ്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് എത്ര സുന്ദരമാണ്! ദൈവത്തോടൊപ്പം ജീവിക്കുവാനുള്ള നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എത്രയോ സുന്ദരമാണ്. വണ്ടർഫുൾ ലൈഫ്. ഗോഡ് ജീസസ്. നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. എത്ര സുന്ദരമായ ജീവിതമാണല്ലേ ആത്മീയ ജീവിതം. ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ യേശുവിനോട് പ്രാർത്ഥിച്ച് യേശുവിന്റെ മകനായി ജീവിക്കണം. സുന്ദരമായ ജീവിതം, ഐശ്വര്യമായ ജീവിതം, അനുഗ്രഹത്തിന്റെ സുന്ദരമായ ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധമായ അനുഗ്രഹത്തിന്റെ ജീവിതത്തിനായി നമുക്ക് ദൈവത്തെ ഒന്ന് വാഴ്ത്താം. എല്ലാവരും ഒന്ന്
ചേർന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞല്ലേ ഒരു ഹല്ലേലൂയ. ഗോഡ് ജീസസ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ എന്ന് പറഞ്ഞേ യേശുവേ ഹല്ലേലൂയ എന്ന് പറഞ്ഞേ യേശുവേ ഹല്ലേലൂയ. യേശുവേ എന്ന് പറഞ്ഞില്ലേ ഒരു ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഇപ്രകാരം ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഓ ജീസസ്, ഇപ്പോൾ ഞങ്ങളുടെ മേൽ അങ്ങയുടെ ശക്തി അങ്ങ് വ്യാപരിപ്പിക്കണമേ. ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി പ്രൈസ് യു ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈ നേരത്ത് നിന്റെ ശക്തി ഞങ്ങളിൽ പകരണമേ. സകലതും നിന്നിലാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്ന അറിവിനാൽ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും ബ്ലസ് ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും ബ്ലസ് ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും ബ്ലസ് ചെയ്യണമേ. ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓ ജീസസ്, കർത്താവേ, നിന്റെ ശ്രേഷ്ഠമായ കരം ഇപ്പോൾ ഞങ്ങളുടെ മേൽ ചേർത്ത് വെച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി കരേറ്റുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. വല്ലഭനെ, നല്ലവനെ, കരുണാസമ്പന്നനെ, ലോകാധിപതിയുടെ പിടിയിൽ നിന്നും, പൈശാചികമായ ശക്തിയിൽ നിന്നും, ദുഷ്ടാത്മസേനയുടെ പിടിയിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും, തിന്മയിൽ നിന്നും കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു നിർത്തുന്നതിനായി സ്തുതി കരേറ്റുന്നു. ഈ സമയം യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരും വിശുദ്ധരുമായി മാറട്ടെ. ഓ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. Glory Jesus. In the name of God we praise you. Oh Jesus. Hallelujah. 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 വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. പ്രാർത്ഥിക്കുവാനുള്ള നൽവരം നൽകണമേ. യേശുവേ ഹല്ലേലൂയ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ ഇപ്പോൾ ആത്മാവിൻ്റെ വലിയ വ്യാപാരമുണ്ടാകട്ടെ. ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിൻ്റെയും വലിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ ജീസസ്, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീസസ്, in the name of God, hallelujah. യേശുവേ സ്തുതിക്കുന്നു. In the name of God, hallelujah. യേശുവേ സ്തുതിക്കുന്നു. hallelujah, hallelujah. കർത്താവേ, പ്രത്യേകമായ നിയോഗമുള്ള കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിനായി ദൈവം അനുഗ്രഹം കൊടുത്ത് അവർ ബ്ലസ് ചെയ്യണമേ. അവരുടെ ആവശ്യങ്ങളിലും പ്രാർത്ഥനകളിലും ദൈവം കൂടെ ഇരിക്കണമേ. അവർ ആത്മീയമായി വളരുവാൻ പഠിച്ച വചനം പോലെ യേശുവെയും പ്രാർത്ഥിക്കുന്നവരായി, വിശ്വാസമുള്ളവരായി, ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾ നിറയുന്നവരായി മാറട്ടെ. ദൈവമേ, ഈ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ഈ സന്ദേശം ശ്രദ്ധിക്കാൻ പോകുന്ന 1000 ആളുകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ജീസസ്, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങ് ഞങ്ങളെ സ്തുതിക്കുന്നു, അങ്ങ് ഞങ്ങളെ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ സ്തുതി കരയേറ്റുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ വിഷയങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനുള്ള നാഴികയാണ്. ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിഷയങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ പറയാം. നമ്മുടെ മുമ്പിൽ കർത്താവ് വന്നിട്ടുണ്ട്. യേശുവിനോട് പറയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം,
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീസസ്, ജീസസ്, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. In the name of God, hallelujah. യേശുവേ, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവേ, ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതി കരേറ്റുന്നു. വണ്ടർഫുൾ ഗോഡ്, തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ സ്നേഹം നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, കർത്താവിൻ്റെ കരുതുന്ന കരം നിറയട്ടെ. യേശു മതിയായവൻ, സകലത്തിനും മതിയായവൻ. യേശു, 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 യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്കുള്ളതെല്ലാം വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നീ നടത്തിയ വഴികൾക്കും വിധങ്ങൾക്കുമായി സ്തുതി കരേറ്റുന്നു. നീ നടത്തിയ വഴികൾക്കും അനുഗ്രഹത്തിനുമായി സ്തുതി കരേറ്റുന്നു. ദൈവത്തിന് സ്തുതി. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധകന്യേ മർത്തമറിയമേ, തമ്പുരാനെപ്പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാ ദൈവമക്കളെയും ഏറെ സ്നേഹത്തോടുകൂടെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ശുശ്രൂഷയിൽ അംഗങ്ങളായി ഈ മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായിക്കുന്ന, കൂടെയിരിക്കുന്ന, പങ്കുചേരുന്ന, ഇന്ന് പങ്കുചേർന്ന എല്ലാവരെയും ദൈവം 30, 60, 100 മേനിയായി അനുഗ്രഹിച്ച് സകല വഴികളിലും നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ എല്ലാം സമർപ്പിക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.